بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹല്ല് നേതൃത്വം, കാരണവന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ സഅദി ഉസ്താദ് വിളിച്ചപ്പോൾ പരിപാടി നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് നല്ല റാഹത്തായി മറ്റേ പരിപാടിക്ക് എത്താമെന്ന് കരുതി അങ്ങനെ തന്നെ തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഏറ്റതാണ്. നമ്മുടെ നാട്ടുകാർക്കും മറുനാട്ടുകാർക്കും വലിയ ആത്മീയ വെളിച്ചം നൽകുന്ന ബഹുമാനപ്പെട്ട മുശൈഖ് തങ്ങൾ അവർകളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. സാദാത്തുക്കൾ, അഹ്ലുബൈത്ത് എല്ലാ കാലത്തും നമുക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും നമ്മെ നിയന്ത്രിക്കാനും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും വലിയ മഹത്വം നൽകപ്പെട്ട മഹാന്മാരാണ് സാദാത്തുക്കൾ,
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരായ നിങ്ങൾക്കും പരിസരവാസികൾക്കും അള്ളാഹു നൽകിയ ബറക്കത്തുകളിൽ വലിയ ബറക്കത്താണ് മഹാനുഭാവൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുക എന്നത്. അതുമൂലം ഒരുപാട് ഉയരാനും ഉണരാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. പള്ളിയിൽ വരുമ്പോഴൊക്കെ ഒരു സലാം പറയാനുള്ള കണിശമായ രീതിയും കാർക്കശ്യവും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ ഉമ്മമാർ, സഹോദരിമാർ, പെങ്ങന്മാർ എല്ലാവരും ഓരോ ദിവസവും അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി അതിൻ്റെ ബറക്കത്തും കാവലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദായിമാക്കുകയും വേണം. അത്തരത്തിലുള്ള മുഴുവൻ മഹാത്മാക്കളുടെയും തണൽ അള്ളാഹു എല്ലാ കാലത്തും നമുക്ക് ദായിമാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ലഭിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ആരാധനകളിലെ ആത്മീയ സൗന്ദര്യം എന്നത്. നിസ്കരിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുമ്പോഴും തുടങ്ങി ഖുർആൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും എല്ലാ ആരാധനകളിലും നമ്മുടെ മനസ്സ് നിറയെയുള്ള ഒരു വലിയ സൗന്ദര്യം, ആത്മീയമായ സൗന്ദര്യം, അതിൻ്റെ മാധുര്യം, അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ, പ്രാർത്ഥിക്കാത്തവർ ആരും ഉണ്ടാകൂല. അതിന് ഒരു കാര്യം അത്യന്താപി ചുരുങ്ങിയ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന അമലാണ് അവനുള്ള ഇബാദത്ത്, ആരാധന എന്നത്. അതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുള്ള ഇബാദത്തിന് മറ്റു സമുദായങ്ങളിലെ ഇബാദത്തിനേക്കാൾ വലിയ പ്രത്യേകതയും പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ടാണ് മറ്റു ഉമ്മത്തുകൾക്കൊന്നും അനുവദിക്കാത്ത പല വിഷയങ്ങളും അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത്. ആരാധനയുടെ ബാഹുല്യവും അതിൻ്റെ സൗന്ദര്യവും നിലനിർത്താൻ വേണ്ടി മുൻഗാമികൾക്ക് ശുചീകരണത്തിന് വെള്ളം മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഈ ഉമ്മത്തിന് അല്ലാഹു തആല വെള്ളം മാത്രമല്ല മണ്ണും ശുചീകരണത്തിനുള്ള വലിയ മാർഗമാക്കി നൽകി. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാരണത്താലാണ് തയമ്മും എന്ന നിയമം ഉണ്ടായത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കൂട്ടി പോകുന്ന ഒരു യാത്രയിൽ മഹദിയുടെ ആഭരണം കാണാതെയായി. അത് സ്വന്തം ആഭരണമല്ല, വായ്പ വാങ്ങി ധരിച്ച ആഭരണമാണ്. മാലയും ചെയിനൊക്കെ വായ്പ വാങ്ങി ധരിക്കും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെ. ഇപ്പൊ പിന്നെ അതിൻ്റെ ആവശ്യമല്ല, എല്ലാവർക്കും ഉണ്ട്. എങ്ങോട്ടെങ്കിലും ഒരു കല്യാണത്തിനോ മറ്റോ പോകുകയാണെങ്കിൽ അയൽവക്കത്ത് വീട്ടിൽ നിന്ന് ഒരു മാല വാങ്ങി കഴുത്തിലണിഞ്ഞ് സന്തോഷത്തിന് ഒന്ന് പോകും. ആരെങ്കിലൊക്കെ ഒരു മാല കൂടി കഴുത്തിലില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷമമില്ല എന്ന് കരുതിയിട്ട് ഉണ്ടല്ലോ. വായ്പ വാങ്ങാനുണ്ടാവുക അന്നത്തെ സന്തോഷം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഒരു മാല ധരിച്ചങ്ങനെ യാത്രയായി. ഒരു സ്ഥലത്ത് സ്വഹാബത്തൊക്കെ തമ്പടിച്ചപ്പോൾ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മാല കാണാനില്ല, വായ്പ അതൊന്ന് തെരഞ്ഞു കിട്ടിയിട്ട് വേണം പോകാൻ. അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു. വെള്ളമില്ലാതെ സ്വഹാബത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ ഈ വിവരമെത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ തടഞ്ഞു നിൽക്കുന്നത്. മഹാനവറുകൾ വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഊരൊക്കെ ഒരു കുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ട്.
ഒരു മാല കാണാത്തത് കൊണ്ട് ഇത് തിരയാൻ വേണ്ടി ആളുകളൊക്കെ നിന്ന് വെള്ളം തീർന്നു പോയി. കുറച്ച് സമയം കഴിഞ്ഞാൽ നിസ്കരിക്കണം. ഇവർക്കൊക്കെ വുളു എടുക്കാൻ വെള്ളമില്ല, മരുഭൂമിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ ഊരക്ക് കുത്തുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും എൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളുടെ ഉറക്കിന് എൻ്റെ സംസാരവും എൻ്റെ ശരീരം തിരിക്കലും ഒരു തടസ്സമാകുമെന്ന് കരുതി ഞാൻ മൗനം പാലിച്ചു. അങ്ങനെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു. സ്വഹാബത്ത് പറഞ്ഞു, വെള്ളമില്ല, നിസ്കാരത്തിന്റെ സമയമായി. ഫഅൻസലല്ലാഹു ആയത്ത തയമ്മും, അല്ലാഹു തയമ്മുമിന്റെ ആയത്തിറക്കിയപ്പോൾ നേരത്തെ മനസ്സിൽ സങ്കടപ്പെട്ടിരുന്ന, വിഷമിച്ചിരുന്ന എല്ലാ സ്വഹാബത്തും വന്ന് പറഞ്ഞു, മാഹിയ ബി അവ്വലി ബറകതികും യാ ആല അബീ ബക്കർ, ഓ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, ഇത് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ആദ്യത്തെ ബറക്കത്തല്ല, ധാരാളം ബറക്കത്ത് ഇസ്ലാമിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ വലിയ ബറക്കത്താണ് തയമ്മും ലഭിച്ചു എന്നത്. ഏത് ഭാഗത്ത് പോയാലും നിസ്കരിക്കാനുള്ള സൗകര്യം അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന്റെ ഇബാദത്തിന് അല്ലാഹു നൽകിയ കൂടുതൽ പ്രത്യേകതയും പരിഗണനയും കൊണ്ടാണ്. വെള്ളം മാത്രമല്ല, തയമ്മും ചെയ്യാൻ മണ്ണും അല്ലാഹു അനുവദിച്ചു. പൂർവികരിൽ നിന്ന് നമുക്ക് അല്ലാഹു എളുപ്പം നൽകി. നമ്മുടെ ആരാധനക്ക് സവിശേഷതയുണ്ട്, അതിപ്പോ പറഞ്ഞാൽ തീരുകയില്ല. മുൻഗാമികളിൽ ഒരു സമൂഹത്തിനും അല്ലാഹു വെള്ളിയാഴ്ച ഇബാദത്ത് നൽകിയിട്ടില്ല. വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഇബാദത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെയാണ്. അതാണ് ജുമുഅ. വെള്ളിയാഴ്ചയിലെ പ്രത്യേക ഉത്തരം നൽകപ്പെടുന്ന സമൂഹം എന്ന നിലക്ക് ആദരിച്ചതും നമ്മയാണ്. പൂർവികരായ ആളുകൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആരാധനക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അല്ലാഹു കനിഞ്ഞു നൽകി. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രത്യേകതകൾ നമ്മുടെ ആരാധനകൾക്കുണ്ട്. നാം നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരം അതിന് 5 വക്തിന്റെ പ്രതിഫലം അല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം നിസ്കരിച്ചിരുന്ന് 2 വക്താണ്, അതിന് 2 വക്തിന്റെ പ്രതിഫലമേ ലഭിക്കൂ. നാം നിസ്കരിക്കുന്ന 5 വക്തിന് 50 വക്തിന്റെ പ്രതിഫലമാണ്. അന്ന് നിസ്കാരം കുറച്ചു കൊടുത്ത് അല്ലാഹു പറഞ്ഞല്ലോ, 5 ആക്കിയെങ്കിലും ഫതിൽക ഖംസൂൻ, അത് കൂലിയിലും മഹത്വത്തിലും 5 അല്ല 50 ആണ്. 50 വക്ത് നിസ്കരിച്ച കൂലിയാണ്, പ്രതിഫലമാണ്. ഈ 5 വക്ത് നിസ്കാരത്തിന് അല്ലാഹു നൽകിയിരിക്കുന്നത് അത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. 5 വക്ത് മുമ്പൊരു ഉമ്മത്തിനും അല്ലാഹു നൽകിയിട്ടില്ല. 5 വക്തിന് തന്നെ 50 വക്തിന്റെ മഹത്വവും നൽകിയിട്ടില്ല. മുൻഗാമികൾക്ക് 1 വക്ത് ലഭിച്ചവരുണ്ട്. അതിലേറെ കൂടുതൽ പണിപ്പെട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം 2 വക്ത് നിസ്കരിക്കാൻ വഅദ് പറഞ്ഞു കൊടുത്ത സമൂഹമാണ് ബനു ഇസ്രായീൽ. അവർക്കാണെങ്കിൽ ഭൂമിയിൽ അല്ലാഹു തആല ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. വആതാകും മാലം യുതി അഹദ മിനൽ ആലമീൻ, സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത് ഭക്ഷിച്ച ആളുകളാണ് ബനു ഇസ്രായീൽ. സാധാ ആളുകളല്ല. ഒരു ദിവസം പോലും ബില്ലടക്കാതെ വിഷമിക്കാതെ സുലഭമായ വെള്ളം കിട്ടിയ ആളുകളാണ് ബനു ഇസ്രായീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മഹത്വങ്ങൾ ആ വിഭാഗത്തിനുണ്ട്. എന്നിട്ട് അവരോട് 2 വക്ത് നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടത് പൂർണ്ണമാക്കിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് അങ്ങനെയല്ല. ഈ 5 വക്ത് നിസ്കാരം എന്ന ഒരു വിഷയം കൊണ്ട് ഈ ഉമ്മത്തിന് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും, ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ കഴിയും. കാരണം 5 വക്ത് നമുക്ക് മാത്രമേ അല്ലാഹു തന്നിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നഹ്നുൽ ആഖിറൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ, നമ്മൾ അവസാനം വന്ന ടീമാണ്. ഇനി ശേഷം ഒരു ഉമ്മത്ത് വരാനില്ല. ഈ ശരീഅത്തിന്റെ നിയമം ദുർബലപ്പെടുത്തുന്ന ഭേദഗതി വരുത്തുന്ന ഒരു സമുദായം ലോകത്ത് ജനിക്കാനില്ല.
നമ്മൾ അവസാനം വന്ന കക്ഷികളാണ്. പക്ഷേ അവസാനം വന്നവരാണെങ്കിലും അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുന്നോട്ട് ആദ്യം നീങ്ങുന്നവര് നമ്മളാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം മഹ്ശറിൽ അംബിയാ കഴിഞ്ഞാൽ പാലം വിട്ടുകിടക്കുന്നത് ആരാണ്? ഈ ഉമ്മത്തിലെ മെമ്പർമാരാണ്. ഹിസാബില്ലാതെ ആദ്യമായി അള്ളാഹു സമുദായങ്ങളിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ആരെയാണ്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അള്ളാഹു ഹിസാബ് തുടങ്ങുന്ന ആദ്യത്തെ മെമ്പർ ആരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഹൗലിൽ നിന്ന് ആദ്യം ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്നത് ഈ ഉമ്മത്തിലെ മെമ്പർമാർക്കാണ്. സ്വർഗത്തിലല്ല, അതിലെത്തുന്നതിന്റെ മുമ്പ് അർശിന്റെ തണലിലേക്ക് ആദ്യം ആനയിക്കപ്പെടുന്നതും ഈ ഉമ്മത്തിലെ മെമ്പർമാരെയാണ്. അസ്സാബിഖൂന യൗമൽ ഖിയാമ, മീസാനിലും ഹിസാബിലും സിറാത്ത് വിട്ടുകിടക്കുന്നിടത്തും ആദ്യത്തെ പരിഗണന ലഭിച്ചവർ നമ്മളാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾക്ക് പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്ക്, ആദ്യം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോ 1000 കൊല്ലം ഇവിടെ ജീവിച്ച ആളുകളുണ്ട്, 500 കൊല്ലം ജീവിച്ചവരുണ്ട്, 300 വർഷം ജീവിച്ചവരുണ്ട്. ആ 300 വർഷക്കാലവും വിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ഒരുപാട് സുഹൃതങ്ങൾ നിർവഹിച്ച ആണും പെണ്ണുമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അവര് ചോദിക്കില്ലേ, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾ 1000 കൊല്ലം അമല് ചെയ്തവരാണ്. അവരോടൊക്കെ ഒരൊറ്റ മറുപടിയാണ് ഈ ഉമ്മത്തിനുള്ളത്. ഖൈറും മിൻ അൽഫി ശഹർ. നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരു രാവ്? 1000 മാസമല്ല, 1000 മാസത്തേക്കാൾ എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? 1000-ൽ ഒതുക്കിയിട്ടില്ല. 1000 മാസത്തേക്കാൾ അപ്പുറം മഹത്വമുള്ള രാത്രി. അന്നത്തെ രാത്രി ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിന് മഹത്വം കണക്കാക്കുന്നത് ചുരുങ്ങിയ വർഷത്തിന്റെ കണക്ക് വെച്ച് കൂട്ടുമ്പോ 83 വർഷമാണെങ്കിൽ ഒരു 10 വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട്, 15 വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് മുൻഗാമികളുടെ അമലിനെ വെല്ലുന്ന അമല് ഈ ഉമ്മത്തിന് അല്ലാഹു തന്നു കഴിഞ്ഞു. എല്ലാ നിലക്ക് നോക്കിയാലും നമ്മൾ മുൻപന്തിയിലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം കൊണ്ട് കിട്ടിയതാണ്. ബുസീരി ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ, ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. അല്ലാഹുവിനെ അനുസരിക്കാൻ അവന്റെ മുർസലീങ്ങളിൽ അത്യാദരണീയരായ നേതാവിനെ കൊണ്ട് അല്ലാഹു നമ്മെ ക്ഷണിച്ചപ്പോൾ കുന്നാ അക്റമൽ ഉമമി, നമ്മളെ ഏറ്റവും ബഹുമാനമുള്ള സമൂഹമായി മാറി. നമ്മുടെ ആരുടെയെങ്കിലും മഹത്വം കൊണ്ടോ പവർ കൊണ്ടോ സ്ഥാനം കൊണ്ടോ അല്ല, നമ്മുടെ നേതാവിന്റെ മഹത്വമാണ് ഇതിനൊക്കെ കാരണം. ആ നേതാവിന് അല്ലാഹു തആല സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉന്നതമായ പദവി നൽകിയപ്പോ ആ നേതാവിന്റെ ഉമ്മത്തിനല്ലേ പിന്നെ ഏറ്റവും വലിയ പദവി. അതുകൊണ്ടല്ലേ നമുക്ക് അല്ലാഹു വിളിച്ച പേര് ഉമ്മത്തിന് അല്ലാഹു വിളിച്ചത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ഏറ്റവും മഹത്വമുള്ള സമൂഹമാണ്. ആ ഉത്തമ വിഭാഗത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വരെയും ചേർത്തി തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ആരാധനക്ക് വലിയ പ്രത്യേകതയുണ്ട്. ആ ആരാധനക്ക് മാധുര്യം ലഭിക്കും. മനസ്സറിഞ്ഞിട്ടുള്ള ഇബാദത്ത്, ശരീരം മൊത്തം അറിഞ്ഞിട്ടുള്ള ഇബാദത്ത്. ഇപ്പൊ നമ്മുടെ ഇബാദത്ത് എവിടെ അറിയുന്നത്? ചില നമ്മുടെയൊക്കെ ഇബാദത്ത് ചിലപ്പോൾ നാവിൽ അറിയുന്നുണ്ടാകും, ചിലപ്പോ അവയവങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നാവും അവയവും കൽബും മൊത്തം അറിയുന്നൊരു ഇബാദത്ത്. ഉസ്താദേ, അങ്ങനെ സാധിക്കും? എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിൽ? എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. സാദാത്തുക്കളിൽ വലിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ കർബലയിലുണ്ട്. പക്ഷേ കർബലയിൽ ഷഹീദാകാത്തൊരു മകനാണ് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിലും അറിയപ്പെടും. ഹുസൈൻ റളിയല്ലാഹു അൻഹു
ബാപ്പയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി മോൻ അങ്ങനെ പേരിട്ടതാണ്. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, വല്യപ്പാന്റെ പേരിടും കുട്ടിക്ക്, അല്ലെങ്കിൽ അതിലും വല്യപ്പാന്റെ പേരിടും. ഇതാരെ പേരാ? അത് വല്യപ്പാന്റെ വാപ്പാന്റെ പേരാന്ന് പറയും. ആ കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാപ്പ എനിക്ക് പേരിട്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും. അപ്പൊ ആ പേരിടുന്നതിൽ ഒരു സ്മരണ കൂടിയുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മോന് പേരിട്ടത് അങ്ങനെയാണ്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എല്ലാവരും ചേർത്ത് വിളിക്കുമ്പോൾ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കും. അത് മഹാനവറുടെ സ്ഥാനപ്പേരാണ്. ആ മഹാനുഭാവൻ നിസ്കരിക്കാൻ കയറി ഒരു വീട്ടിലേക്ക്. ആ വീടിന്റെ ചുറ്റും തീ പിടിച്ചു, എല്ലാ ഭാഗത്തും തീ പിടിച്ചു. പക്ഷേ ഉള്ളിലുള്ളത് ആരാണ്? ഏറ്റവും വലിയ ബഹുമാനമുള്ള തങ്ങളുട്ടി, സാദാത്തുക്കളിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന മഹാൻ, രാവും പകലും വിഭാഗത്തിൽ മുഴുകി ജനസേവനത്തിൽ മുഴുകിയ വലിയ മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഒരു സാധാരണ സയ്യിദല്ല, സാദാത്തുക്കളിൽ ഒരു വലിയ മഹത്വമുള്ള സ്ഥാനമുള്ള മഹാനാണ്. രാത്രിയായി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയാൽ ഒരു കൊട്ടയെടുത്ത് മഹാനവറുകൾ തോളിലേറ്റി പോകും. അങ്ങനെ കൊട്ടയെടുത്ത് തോളിലേറ്റിപ്പോയി എന്നത് ജനങ്ങൾക്ക് തിരിയുന്നത് വഫാത്തിന്റെ അന്നാണ്. രണ്ട് ഭാഗത്തുമുണ്ട് കറുത്ത രണ്ട് പാടുകൾ, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു, കുളിപ്പിക്കുന്ന മഹാന്മാർ ചോദിച്ചു, ഇതെന്താ രണ്ട് കല രണ്ട് ഭാഗത്തും? പകലൊന്നും ഇങ്ങനെ ജോലി എടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് മിസ്കീന്മാര് വന്ന് പറഞ്ഞത്, അത് ഞങ്ങൾക്ക് വേണ്ടി കൊട്ടയിൽ ഭക്ഷണം ഏറ്റിക്കൊണ്ടുവന്നതിൻ്റെ അടയാളമാണ്, ജീവിതത്തിലുള്ള അടയാളം, നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു ബാക്കി വെച്ച അടയാളം. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, അവർ നേരത്തെ സമർപ്പിച്ചതും അവർ ജീവിതത്തിൽ ചെയ്തു വെച്ച അടയാളങ്ങളൊക്കെ നമ്മൾ കണക്കാക്കി എഴുതി വെക്കുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അതിനൊരു വലിയ അടയാളമാണ്, ജീവിതത്തിൽ കർമ്മം ചെയ്തതിന് അല്ലാഹു നിലനിർത്തി കൊടുത്ത അടയാളമാണ് രണ്ട് തോളിന്റെ ഭാഗത്തും കറുത്ത പാട്. കൊട്ട ചുമന്നു കൊണ്ടുപോയതാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇത്ര വലിയ ഖിദ്മത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തിയ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കയറി വീടിന് തീ പിടിച്ചു. പുറത്തുനിന്ന് ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നു. പടച്ചോനെ, തങ്ങളുട്ടിക്ക് വല്ലതും സംഭവിച്ചാൽ എല്ലാവരും കരയുന്നു, ആണും പെണ്ണും നിലവിളിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന മഹാനുണ്ട്. നിസ്കാരത്തിൽ എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ, കൈയച്ച് വരുന്നില്ലല്ലോ. പല ഭാഗത്തും തീയങ്ങനെ കെട്ടുപോയ ആളുകൾ പതുക്കെ പതുക്കെ കയറി നോക്കി. സുജൂദിലാണ്, അത്തഹിയ്യാത്തിലാണ്, മാറി മാറി പറയുന്നുണ്ട്, ഇപ്പൊ സലാം വീട്ടി വരും, ഇപ്പോൾ സലാം വീട്ടി വരും. സുബ്ഹാനല്ലാഹ്, ചരിത്രം കേട്ടിട്ട് വിഷയം മറക്കരുത്. അവരനുഭവിച്ചൊരു ആരാധനയുടെ സൗന്ദര്യമുണ്ട്, ഇബാദത്തിന്റെ ഒരു ലദ്ദത്തുണ്ട്, മാധുര്യമുണ്ട്, അവരെ ബറക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സലാം വീട്ടി പുറത്തു വന്നു നോക്കുമ്പോ ചുറ്റുഭാഗത്തും വലിയ ജനക്കൂട്ടം. മഹാനവറുകൾ ചോദിക്കുന്നു, എന്തിനാ നിങ്ങളൊക്കെ വന്നത്? ഞങ്ങൾ എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു, ഞാനത് കേട്ടിട്ടില്ല. എത്ര നേരമായി സയ്യിദ് അവറുകളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, കരച്ചിലാണ്, കുട്ടികൾ പോലും കരയുന്നുണ്ട്. ചുറ്റുഭാഗവും തീ പിടിച്ചത് കണ്ടില്ലേ? മഹാനവറുകളെ മറുപടി, നിങ്ങൾ ഈ തീനെ കുറിച്ചുള്ള ചിന്തയിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ എൻ്റെ ചിന്ത പോയത് മറ്റൊരു തീനെ കുറിച്ചാണ്. ആ തീനെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, നാറുൻ ഹാമിയ, ഒരിക്കലും ചൂട് ശമിക്കാത്ത തീയാണത്, ഒരിക്കലും ചൂട് കുറയാത്ത തീയാണ്. സഹോദരങ്ങളെ, തീനെന്നെ ചൂടുണ്ടാകൂലേ? പിന്നെന്തിനാ അല്ലാഹ് ഹാമിയാന്നും കൂടി പറഞ്ഞത്? അതിൻ്റെ ചൂടിൻ്റെ ഡിഗ്രി ഒരു സെക്കൻഡ് പോലും കുറയൂല. ആ വലിയ തീനെ കുറിച്ച് ചിന്തിച്ചപ്പോ ഈ ചുറ്റുപാടിലും കത്തിക്കരിഞ്ഞ തീ എനിക്കൊരു പ്രശ്നമല്ല, അതെനിക്കൊരു വിഷയമായില്ല. ചിലർ ചോദിക്കും, ഉസ്താദേ, അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകുമോ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനൊക്കെ വാത് പറയണോ എന്ന് ചോദിക്കും. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, സുഹൃത്തെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
നിസ്കരിച്ചിട്ടും ദിക്ർ ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും പരിസരം മറക്കുന്നൊരു കൽബുള്ള അവസ്ഥയുണ്ട്. എന്നിട്ട് ചോദിക്കാണിത് വിമർശിക്കുന്ന ആളുകളോട്, നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഖുർആനിൽ യൂസുഫ് സൂറത്ത് ഓതിയിട്ടുണ്ടോ? അതിൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. സലീഹ ആ നാട്ടിലെ സ്ത്രീകളൊക്കെ വിളിച്ചൊരു സൽക്കാരം കൊടുത്ത കഥ പറയുന്നുണ്ട്. വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന, മുറിക്കാൻ കൊടുത്ത പഴം മുറിക്കാൻ ഓരോരുത്തർക്കും ഓരോ കത്തി കൊടുത്തു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവരുടെ സൈഡിലൂടെ ഒന്ന് പോകാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണഭാഗമല്ല, ഒരു ഭാഗം അവർ കണ്ടപ്പോഴേക്ക് ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴേക്ക് വല്ലാതെ പേടിച്ച് വിറച്ച് അവരെ മനസ്സും അവരെ ബോധവുമെല്ലാം നഷ്ടപ്പെട്ട്, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു സൗന്ദര്യമാണ്, ഇതെന്തൊരു സൗന്ദര്യമാണ്, ഇതെത്ര വലിയ സൗന്ദര്യമാണ്. എന്നിട്ട് അവർ കൈമുറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ 12ഓളം ആളുകൾ കൈമുറിച്ച് സ്പോട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 10-40ഓളം സ്ത്രീകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുറിക്കാൻ കൊടുത്ത പടം അവർ മറന്നുപോയി. മുറിച്ച കൈയിന്റെ വേദന അറിയാതെ ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായെങ്കിൽ ഇമാം റാസി തങ്ങൾ ചോദിക്കുന്നു, സഹോദരാ, ആ സൗന്ദര്യം ഈ സ്ത്രീകൾ കാണുന്നത് അവരെ മനസ്സിൽ ഭൗതികതയുടെ അതിപ്രസരണമല്ലേ കൂടിയത്? എങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മീയതയിൽ ഈമാനുള്ള മനുഷ്യന്റെ കൽബങ്ങ് ലയിച്ചാൽ, ബോധമണ്ഡലമങ്ങ് ലയിച്ചാൽ, പിന്നെ അവനെന്ത് ദുനിയാവ് അറിയാനാണ്, അവനെന്ത് പരിസരം അറിയാനാണ്. സാധാരണ ഭൗതികമായ രീതിയിലുള്ള ഒരു നോട്ടം, ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ അവരിങ്ങനെ ആയിപ്പോയത്, കൈമുറിച്ചു പോയത്. വിരല് 4 മുറിച്ചവരുണ്ട്, ഇപ്പുറത്ത് 5 വിരലും മുറിച്ചവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ ആയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം കണ്ടാൽ എന്താകുമായിരുന്നു? ലബിമാ സലീഖാ ലൗ റഅയ്നാ ജബീനഹു ലആസർന ബിൽ ഖത്ഇൽ ഖുലൂബാലൽ ഐദി. അന്ന് സലീഖയെ ആക്ഷേപിച്ച സ്ത്രീകൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണിക്കാൻ കഴിയാത്ത വാക്കുകൾ എത്ര പറഞ്ഞാലും മതി വരാൻ കഴിയാത്ത അവിടുത്തെ വിശാലമായ നെറ്റിത്തടത്തിന്റെ ഭംഗിയൊന്ന് കണ്ടിരുന്നുവെങ്കിൽ കൈ മുറിക്കുന്നതിന് പകരം അവർ കരൾ മുറിക്കും. അഥവാ ആ സൗന്ദര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അറ്റാക്ക് സംഭവിച്ചു പോകും, സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോകും. അത്രക്ക് സൗന്ദര്യമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സൗന്ദര്യം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിലത്തുപോയ സൂചി കാണാതെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നത്. തങ്ങളുടെ വല്ലാത്ത നൂറ് കൊണ്ട്. അപ്പോ ഈ ഭൗതിക യുഗത്തിൽ തന്നെ ചില രംഗങ്ങൾ കണ്ട് നമ്മുടെ കൽബും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പ്രവൃത്തിയും വാക്കും ഒക്കെ ലയിച്ചു പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനേക്കുള്ള ആരാധനയിൽ മനസ്സും ശരീരവും നേർക്കുനേരെ മുന്നിടിക്കാൻ തൗഫീഖ് ലഭിച്ച അയാൾ ഭൗതിക ലോകത്തിൻ്റെ കഥകൾ അറിയില്ല. അതുകൊണ്ടാണ് ഒട്ടേറെ ദാക്കിര്യങ്ങൾ ദിക്ർ ചൊല്ലിയ മഹാന്മാർ ആ ദിക്റിനിടയിൽ എന്തു സംഭവിച്ചാലും അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആരെത്ര വിളിച്ചാലും അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത്രയും ജനങ്ങൾ കൂക്കി വിളിച്ചിട്ടും കരഞ്ഞിട്ടും ആർത്ത് വിളിച്ചിട്ടും അവരാരുടെയും ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല. എന്താണ് ആ 2 റക്അത്ത് നിസ്കാരം? അല്ലാഹു തആലാനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യവും ഈ ഒരു വിധാനത്തിലേക്ക് ഉയർന്നു കിട്ടാനാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം
അതൊരു ഷഹാദത്ത് കലിമ മാത്രമല്ല, മഹാന്മാർ സഞ്ചരിച്ച ആത്മീയമായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം, അതിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണം, ആ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണം എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിൽ വിശ്വാസവും കർമ്മവും ആത്മീയതയും എല്ലാം ചേർന്നിട്ടുണ്ട്. ഒരു ഷഹാദത്ത് കലിമ മാത്രം ചൊല്ലി മുസ്ലിമാകാന്നുള്ള വിഷയം മാത്രമല്ല. കാരണം സിറാത്തുൽ മുസ്തഖീം എന്നതിനെ വിശദീകരിച്ചത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ പാന്താവ്. അപ്പൊ അവർ നിസ്കരിച്ചതുപോലെ, അവർ നോമ്പ് നോറ്റതുപോലെ, അവർ ദിക്ർ ചൊല്ലിയതുപോലെ, അവർ ഭക്ഷണം കഴിച്ചതുപോലെ, അവർ സഞ്ചരിച്ചതുപോലെ, അവരേതെല്ലാം വഴികളിലേക്ക് തിരിഞ്ഞോ ആ വഴികളിലൊക്കെ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അതിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്, വിശദമായി പറയണം, സമയവും സന്ദർഭവും അതിന് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കൊക്കെ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചൊരു കാര്യമാണ്, എന്നോടും നിങ്ങളോടും നമ്മളോടൊക്കെ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഓ മുഅ്മിനീങ്ങളെ, നാം നൽകിയതിൽ നിന്ന്, ഹലാലായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് സംശുദ്ധമായത്, പരിശുദ്ധമായത്, ശരീരത്തിനും കൽബിനും ഒരു നിലക്കും കേടാകാത്തത് നല്ലത് ഭക്ഷിക്കണം. വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, എന്നിട്ട് ആ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല നിലക്ക് ഇബാദത്ത് എടുക്കണം, ശുക്ർ ചെയ്യണം. ശുക്ർ നല്ല നിലക്കാകണോ, ഇബാദത്ത് നല്ല നിലക്കാകണോ, കഴിക്കുന്ന ഭക്ഷണം നല്ല രൂപത്തിലാകണം. വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഹലാലായ റിസ്ക്കിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി ഭക്ഷണം കഴിക്കണം. ഒരു വസ്തു വാങ്ങാൻ ചെന്നാൽ അത് ഇറച്ചിയാണ്, കോഴിയാണ്, ആരാണത് അറുത്തത്? അറവ് അറിയുന്ന ആളാണോ? അല്ല, അറവ് അറിയാത്ത ആളാണോ? നിസ്കരിക്കാത്ത ആളാണോ? മുസ്ലിം അല്ലാത്ത ആളാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ കേട് വരുന്നത് ഇബാദത്തിലേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് കാര്യമായില്ല. കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ തീർത്തും ഹലാലായത് വാങ്ങണമെന്നാണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്. കാശ് കൊടുത്ത് വാങ്ങുന്നത് ഒരിക്കലും ഹറാമായത് വാങ്ങരുത്. അറവ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കോഴികൾ അറുത്തിട്ടിട്ടുണ്ട്, ഒക്കെ ഒരേ കത്തി കൊണ്ടാണ്. അന്ന് എല്ലാത്തിനൊന്നും കഴുകാനാകൂല, ആദ്യമൊക്കെ കഴുകി, പിന്നെ അങ്ങ് അറുത്തു, ഒന്നിൻ്റെ പിറകെ ഒന്ന് പിടിച്ചൂട്, ഓരോന്നും അങ്ങ് അറുത്തു, ബിസ്മി ഉപ്പർ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ നജസായ കത്തി കൊണ്ടാണ് അറുത്തിരിക്കുന്നത്. അറവ് സ്വഹീഹല്ല, ഭക്ഷിക്കാൻ പാടില്ല. അത് കല്യാണത്തിനാണെങ്കിലും ഏത് തിരക്ക് പിടിച്ച സൽക്കാരത്തിനാണെങ്കിലും 10 കോഴിനറുക്കുന്നുണ്ടോ ഒരു കത്തി കൊണ്ട്, ഒന്നറുത്ത് കഴിഞ്ഞാൽ ശരിയായ നിലക്ക് നജസ് പോകും വിധം കഴുകണം, എന്നിട്ടേ അടുത്തതിന് അറുക്കാവൂ. ആ അറവിൽ തന്നെ അന്നനാളവും ശ്വാസനാളവും മുറിയണം. ജീവൻ പോകാൻ രണ്ടും മുറിഞ്ഞോണമെന്നില്ല. അത് നേരെ തലക്ക് നോക്കി ചവിട്ട് കൊടുത്താലും ജീവൻ പോയി കിട്ടും. പക്ഷേ അറവ് കൊണ്ട് ജീവൻ പോകുന്ന രൂപത്തിലാകണം അറവ് എന്ന് പറഞ്ഞാൽ അറവ് അറിയുന്ന ആളാകണം. നിസ്കരിക്കാത്തവൻ അറുത്തതാണോ ഭക്ഷിക്കുന്നത്? പിന്നെങ്ങനെ നിസ്കരിക്കുന്നവർക്ക് സൗന്ദര്യം കിട്ടാനാണ്? അതുകൊണ്ടല്ലേ പഴയ കാലത്തും ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടില്, ഇവിടൊക്കെ വെള്ളിയാഴ്ച ചർച്ചില്ലേ? ഉണ്ട്, ഉണ്ടാവില്ല, മലപ്പുറമില്ലേ? വെള്ളിയാഴ്ച ആരാ അർത്ഥത്? ഉസ്താദ് അർത്ഥ അല്ലേ? ഉസ്താദ് അർത്ഥതാണ്, ഇതാ അവരർത്ഥതാണ്. ആളുകൾ അതല്ലേ അത് വാങ്ങാൻ അങ്ങനെ ആ ആഘോഷ ദിവസത്തിൽ തന്നെ സന്തോഷത്തോടെ ചെല്ലുന്നു. വേറെ ആരെങ്കിലും അർത്ഥതായോക്കട്ടെ, കുറേ അവിടെ ബാക്കിയുണ്ടാവും. കുറച്ചറിയാത്തതുകൊണ്ട് ആൾക്കാർ വാങ്ങിപ്പോയി നിട്ടും ബാക്കിയുണ്ടാവും കൂടെ. എന്താ ആ ഒരു പതിവ് വന്നതെന്നറിയോ? കഴിക്കുന്നത് വെള്ളിയാഴ്ച അല്ലേ കഴിക്കുന്നത്, ജുമാക്കല്ലേ പോകേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള നല്ലൊരു ഭക്ഷണമല്ലേ, നല്ല രൂപത്തിലാകണം. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതല്ല. വെള്ളിയാഴ്ചകളിൽ നമ്മൾ കൂടുതൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. അതിൽ അല്ലാഹു ആദ്യം പഠിപ്പിക്കുന്ന ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫ് വലിയ മഹാന്മാരാണ്. അവര് ജോർദാനിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ പർവ്വതത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നും ഖബറുകൾ 2 ഭാഗത്തായി. ഒരു ഭാഗത്ത് ഒരു ഖബറും കൂടിയുണ്ട്.
അപ്പോൾ 7 ഖബർ. ആ 7 അപ്പുറത്തൊരു ചെറിയ ഖബറുണ്ട്. അത് കൽബിൻ്റെ ഖബറാന്നാ പറയുന്നത്. അവരെ സ്നേഹിച്ചുകൊണ്ട് ഒപ്പം കൂടിയപ്പോൾ അല്ലാഹു തആല ആ ഒപ്പം കൂടിയ നായയെയും അവരെ നായയാക്കിയിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. അവര് നായനെ കൊണ്ടുപോയിട്ടില്ല. 7 ചെറുപ്പക്കാര് നാട്ടിൽ നിന്ന് ഈമാന്റെ സലാമത്തിന് വേണ്ടി നാട് വിട്ടുപോകുമ്പോൾ, ജോലിക്ക് വേണ്ടിയല്ല, ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടുപോകുമ്പോൾ ഒരു കർഷകന്റെ നായ അവരെ കൂടെ കൂടി. ആ നായനെ അവർ ആട്ടി നോക്കി. ആട്ടിയപ്പോൾ അത് പറഞ്ഞു, ലാ തുത്രിദൂനി അന ഉഹിബ്ബു അഹ്ബാബല്ലാഹി അസ്സ വജൽ. എന്നെ ആട്ടരുത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ പോരുന്നത്. ഖുർആനിൽ എത്ര തവണയാണ് അല്ലാഹു പറഞ്ഞത് വകൽബുഹും വകൽബുഹും വകൽബുഹും, അവരെ നായ. സ്വാലിഹീങ്ങളെ ഒപ്പം കൂടിയപ്പോ നായ അവരോട് ചേർന്നപ്പോ അവരെ നായയാക്കി അല്ലാഹു പറഞ്ഞു. അതാണല്ലോ നമ്മൾ ചാരിയാൽ ചാരിയത് മണക്കുന്ന് പറയുന്നത്. മഹാന്മാരുടെ ഒപ്പം കൂടിയപ്പോ ആ നായക്ക് വലിയ മഹത്വം കിട്ടി. എന്താ മഹത്വം? അവരുടെ നായ അല്ലാഹു ആ നായനെ പറ്റി പറഞ്ഞു. ഒരു നായയെയും അവർ കൊണ്ടുപോയിട്ടില്ല, കൂട്ടിൽ നിന്ന് അയച്ചു കൊണ്ടുപോയിട്ടില്ല. യാത്രയിൽ പലരും അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവരെ സ്നേഹിച്ചുകൊണ്ട് ഒപ്പം കൂടിയപ്പോ അവരുടെ കൂടെ തന്നെ നായയെയും അല്ലാഹു ചേർത്തി പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് ഔലിയാക്കളെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ച്, അമ്പിയാക്കളെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, നബിയെ, അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം. ഒരു മനുഷ്യൻ മഹത്തുക്കളെ വല്ലാതെ സ്നേഹിക്കുന്നു, ഇഷ്ടം വെക്കുന്നു, അവർക്ക് ഫാത്തിഹ ഓതുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു, അവരെ മഹത്വങ്ങൾ പറയുന്നു, അവരെ ചാരത്ത് എന്ന് ബറക്കത്തിന് വേണ്ടി നിൽക്കുന്നു, അവർക്ക് വേണ്ടി ഒരുപാട് ഹദിയകൾ ചെയ്യുന്നു, അവരെ വല്ലാതെ ഇഷ്ടം വെക്കുന്നു. ഈ മനുഷ്യനാണെങ്കിലോ അവരെ പോലെ മഹത്വം ഇല്ല, അവരെ പോലെ അമലെടുത്തിട്ടില്ല, അവരെ പോലെ അധ്വാനിച്ചിട്ടില്ല, അവരെ പോലെ മഹത്വം എത്തിച്ചിട്ടില്ല. അതിന് വല്ല കാര്യവുമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെയാണോ ആ മനുഷ്യൻ സ്നേഹിച്ചത് അവരോട് കൂടെയാണ് ആ മനുഷ്യന്റെ സ്ഥാനമുള്ളത്. ഇവിടെയുള്ള സ്ഥാനമല്ല പ്രധാനം, പാരത്രിക ലോകത്തുള്ള സ്ഥാനമാണ് പ്രധാനം. ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. സ്നേഹിച്ചില്ലേ, മഹബത്ത് വെച്ചില്ലേ, അവരെ പോലെ ഇബാദത്തും അമലും ചെയ്ത് മുന്നോട്ട് ഉയർന്നിട്ടില്ലെങ്കിലും മഹബത്ത് കാരണം അല്ലാഹ് അവരോട് കൂടെ ചേർക്കുന്നു. ആ ഒരു സ്നേഹം കൊണ്ടാണ് വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായ അതിൻ്റെ മുറ്റത്ത്, അതിൻ്റെ പൂമുഖത്ത് അതിൻ്റെ കാലും വിരിച്ചങ്ങനെ കാവലിന് വേണ്ടി കിടക്കുന്നു. ആ അസ്ഹാബുൽ കഹ്ഫിനെ 300 കൊല്ലം അല്ലെങ്കിൽ 309 കൊല്ലം, 2 കണക്ക് പറഞ്ഞാലും ഒരേ തീയതി തന്നെയാണ് വരിക. ചന്ദ്രവർഷപ്രകാരവും സൂര്യവർഷപ്രകാരവും ചെറിയ മാറ്റമുണ്ടാകും. അത്രയും കൊല്ലം അവിടെ താമസിച്ച അസ്ഹാബുൽ കഹ്ഫിനെ ഒരു സെക്കൻഡ് പോലും അല്ലാഹു മഴ കൊള്ളിച്ചിട്ടില്ല, വെയിൽ കൊള്ളിച്ചിട്ടില്ല. നല്ല സുന്ദരമായ സുഖപൂർണമായ ഉറക്കം കൊടുത്തു. നല്ല ഒരു ഉറക്കം രാത്രി കിട്ടിയാൽ തന്നെ എത്ര പെട്ടെന്ന് സുബയായോ നോക്കൂലേ നമ്മള്. നല്ല തണുപ്പുള്ള രാത്രി എത്ര പെട്ടെന്ന് സുബയാൻ കൊടുത്തോ, സമയം കാലം തെറ്റിയോ നോക്കൂലേ. എന്ത് സന്തോഷത്തിലാണ് അള്ളാഹു ഉറക്കം കൊടുത്തത്. ഒരു വെയിൽ പോലും, ഒരു സെക്കൻഡ് പോലും വെയിൽ കൊള്ളിച്ചിട്ടില്ല. വെയിൽ വരുമ്പോഴേക്ക് വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെങ്ങനെ നമ്മൾ മറിച്ചു മാറ്റിക്കിടത്തും. അത്രയും വലിയ മഹത്വം നൽകിയ മഹാന്മാർ 300 വർഷത്തിന് ശേഷം അള്ളാഹു അവരൊന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. കൂട്ടത്തിൽ മുതിർന്ന ആള് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ വേഗം അങ്ങാടിയിലേക്ക് ചെല്ലണം. എന്നിട്ട് ഫല്യൻളുർ അയ്യുഹാ അസ്കാ തുആമാ ഫല്യഅതികും ബിർസ്ഖിൻ മിൻ വല്യതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. നേരത്തുള്ള രാജാവ് ഇപ്പോഴുണ്ട് എന്നുള്ള ധാരണയിലാ പറയുന്നത്. ആരോടും പരിചയപ്പെടുത്താതെ, ആരോടും വിവരങ്ങൾ അറിയിക്കാതെ, സൂക്ഷ്മമായി സ്വകാര്യമായി ചെന്ന് ഫല്യൻളുർ അയ്യുഹാ അസ്കാ തുആമാ, ഏറ്റവും കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഏതാണെന്ന് നോക്കണം, ചിന്തിക്കണം. കാശിന് വേഗം വാങ്ങിപ്പോന്നാ പോരാ,
കാരണം നമ്മുടെ കൽബ് കേടുവരും. ഏറ്റവും ഹലാലായത് വാങ്ങണം. തഫ്സീറിൽ കാണാം, അന്നത്തെ കാലത്ത് അറബുകാരിൽ മജൂസികൾ ഉണ്ടായിരുന്നു. മജൂസികൾ തീയിനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തഫ്സീറിൽ കാണാം. അറുക്കാൻ അറിവും യോഗ്യതയും ഉള്ളവർ അറുത്തത് വാങ്ങണം. ഭക്ഷിക്കാൻ കൊണ്ടുവരുന്നത് കൊണ്ട് ഇത്രയും കാലത്തെ നമ്മുടെ ഈമാന് പോകരുത്, ഇത്രയും കാലം നമ്മൾ ചൊല്ലിയ ദിക്റിന്റെ മാധുര്യം പോകരുത്. ഫൽയൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫൽയതികും ബിർസ്ഖിൻ മിൻ. ഈ കാശ് കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമ്പോ ഹലാലായത് ഭക്ഷണം വാങ്ങണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മളോട് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാരാണ്? മുർസലീങ്ങളാണ്. മലക്കുകളൊക്കെ പിന്നെയല്ലേ? ഏറ്റവും വലിയ ബഹുമാനമുള്ളത് മുർസലീങ്ങൾക്കാണ്. അവരെ വിളിച്ചും അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഓ മുർസലീങ്ങളെ, ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കണം, ഹലാലായത് മാത്രം എടുത്ത് ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, എന്നിട്ട് നല്ലത് ചെയ്യണം. നല്ലത് ചെയ്യണോ? നല്ല അമലാകണോ? നല്ല ആരാധനയുടെ മാധുര്യം കിട്ടണോ? ഭക്ഷിക്കുന്നത് തീർത്തും ഹലാലാകണം. സമ്പാദ്യവും ആ രീതിയിലാകണം. അള്ളാഹു നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പിയച്ച വഴികളിലൂടെ സമ്പാദ്യം സ്വരൂപിക്കാൻ ഒരു പക്ഷേ എളുപ്പമായി എന്ന് വരും. അതിനാണ് ചുളിവിന്റെ വഴി എന്ന് പറയല്. ഇവിടെ അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇൽമിനെ സ്നേഹിക്കുന്ന, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു നാടാണ്. സാജി ഉസ്താദിന്റെ കീഴിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. അള്ളാഹു അവരുടെ ബറക്കത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ നാടിന് ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഇൽമുമായി ബന്ധപ്പെടുന്നൊരു ലോകം. 24 മണിക്കൂറും ഇൽമിലായിട്ടാണ് ആ തപസ്. ഉറങ്ങുന്നതും ഇൽമിന് വേണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റാൽ പിന്നങ്ങോട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ തുടങ്ങുന്നു. ഇൽമല്ലേ മുഴു സമയവും സഞ്ചരിക്കുന്നതും പറയുന്നതും പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും ദർസ് നടക്കുന്നതും ഉസ്താദ് ഓതുന്നതും കുട്ടികൾ ഓതുന്നതൊക്കെ. അത് ഈ നാട്ടിന്റെ വലിയൊരു ഖൈറാണ്. അതിന് വലിയ സ്നേഹം ചൊരിയുന്ന നാട്ടുകാരാണ്, ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരാണ്, രക്ഷിതാക്കളാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറത്തിലെത്തുമ്പോ ഈ ഇൽമിന്റെ ഖിദ്മ ഏറ്റവും തിളക്കമാർന്ന ഖിദ്മയായി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹലാലായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. മുർസലീങ്ങളോട് അങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളൊരു ജനാസ കഴിഞ്ഞ് വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തും തങ്ങളും ഇരുന്നു. ഭക്ഷണം കൊണ്ടുവന്നപ്പോ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഭക്ഷണം വേണ്ട, നല്ല ആട്ടിറച്ചിയുടെ ഭക്ഷണമാണ്. എന്തേ തങ്ങൾക്ക് വേണ്ടാത്തത്? യഥാർത്ഥ ഉടമസ്ഥന്റെ സമ്മതം വാങ്ങാതെ അറുത്ത ആടാൻ. യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ ആട് വാങ്ങിയത് വീട്ടിലുള്ള പെണ്ണിനോടാണ്. ഉടമസ്ഥൻ പെണ്ണല്ല, ആ പെണ്ണിന്റെ ഭർത്താവാണ്. ആ ഭർത്താവിനോടുള്ള സമ്മതം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം വേണ്ട. എന്തേ കാരണം? ഏറ്റവും വലിയ ഇബാദത്ത് എടുക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹു കൽപ്പിച്ചത് അങ്ങനെയാണ്, കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. ഇതുകൊണ്ടാണ് പൂർവികരായ മഹത്തുക്കൾ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്നതിൽ നിർദ്ദേശിച്ചത് കാണാം. ഭാര്യമാരോട്, എൻ്റെ കുട്ടിക്ക് നീ അല്ലാതെ ആരും പാല് കൊടുക്കരുത്. വേറെ ആരെങ്കിലും പാല് കൊടുത്തിട്ട് അതിൻ്റെ കേട് പിന്നീട് ഞാൻ അനുഭവിക്കേണ്ടി വരും. അവരെന്തൊക്കെയാണ് ഭക്ഷിച്ചത് എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് സ്വന്തം ഭാര്യമാരോട് നിർദ്ദേശിച്ച ധാരാളം മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തനായ പണ്ഡിതനായത് എങ്ങനെയാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് കുടിക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ്. ആരാണ് ഉമ്മു സലമ? ഉമ്മുൽ മുഅ്മിനീൻ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ഉമ്മു സലമക്ക് ഖിദ്മത്ത് എടുത്തിരുന്നു ഹസൻ ബസരി തങ്ങളുടെ ഉമ്മ. അപ്പൊ കുട്ടിയെ തൊട്ടിലാക്കിയിട്ട് ഉമ്മ പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹസൻ ബസരി തങ്ങളെ എടുക്കും, എന്നിട്ട് താലോലിക്കും, എന്നിട്ട് മുല കൊടുക്കും. ആ മുലപ്പാലിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു കൊടുത്ത ഇൽമിന് കയ്യും കണക്കുമില്ല. എല്ലാ രംഗങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയമാണത്.
നമ്മുടെ ആരാധനകൾക്ക്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സൗന്ദര്യം കുറഞ്ഞു പോകാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അതുകൊണ്ട് ചെയ്യുന്നൊരു അമൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലായി മാറാൻ, അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെയും ചരിത്രത്തിൽ ആവർത്തിച്ചു വന്ന സംഭവമാണ് അടിമ കൊണ്ടുവന്ന പാല്. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാല്, ആ അധ്വാനിച്ച അധ്വാനം ശരിയായിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കൊടുത്ത പാല് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. എവിടുന്നാ പാല് എന്ന് വെച്ചു. അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ജ്യോത്സ്യപ്പണി എടുത്തിരുന്നു. വമാ ഉഹ്സിനുൽ കഹാന, എനിക്ക് ആ പണി അറിയൊന്നുമില്ല, പക്ഷെ കാശ് കിട്ടണ്ടേന്ന് വെച്ചിട്ട് അറിയുന്ന വെച്ചാൽ അറിയുന്നു പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു. അന്നെടുത്ത പണിക്ക് ഇപ്പം കിട്ടിയ വേതനമാണ്, അതിൽ നിന്നാണ് പാല് വാങ്ങിക്കൊണ്ടുവന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും തൻ്റെ തൊണ്ടക്കുഴിയിലേക്കിട്ട് പാല് മുഴുവനും ഛർദിച്ചു. ഛർദിച്ച് അവസാനം രക്തത്തിൻ്റെ കറ വന്നപ്പോഴാണ് ഛർദി നിർത്തുന്നത്. എന്തേ കാരണം? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ച ശരീരം നരകവുമായിട്ടാണ് അതിന് കൂടുതൽ ബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പാദ്യം സൂക്ഷിക്കണം. ഇപ്പൊ സമ്പാദ്യം ഹറാമായ വഴിക്കുണ്ടാകാൻ നല്ല എളുപ്പമുണ്ട്. പല ഭാഗങ്ങളിലും നിങ്ങൾ നോക്കി, അതിന് പല രൂപത്തിലുള്ള ഏർപ്പാടുകളും കാണാം. അതിലേറ്റവും മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ടതാണല്ലോ റിബ, പലിശ. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അതേ രൂപത്തിലുള്ള ചൂഷണങ്ങൾ ധാരാളം പല ഭാഗത്തും നടക്കുന്നുണ്ടാകും. അതിലൊന്നും പെടാതെ ഹലാലായ രൂപത്തിൽ എത്രയും സ്വത്ത് സമ്പാദിക്കാം. ഇസ്ലാം അതിന് ലിമിറ്റ് വെച്ചിട്ടില്ല. എത്രയും സമ്പാദിക്കാം, ഹലാലായ രൂപത്തിലാകണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുന്ന സമ്പത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. അതിൽ അള്ളാഹു വലിയ മഹത്വം നൽകും. അതെത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും രണ്ടിലും മഹത്വമുണ്ടാകും. അതേ സമയത്ത് ഹലാലായ രൂപത്തിലല്ലെങ്കിലോ അതിലും മഹത്വമില്ല. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലല്ലാത്ത രൂപത്തിലുള്ള സമ്പാദ്യത്തിന് ബറക്കത്ത് കുറവാണെന്ന് പറഞ്ഞിട്ടല്ലേ അള്ളാഹ് പഠിപ്പിച്ചത്. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. റിബക്ക് അല്ലാഹു ബറക്കത്ത് നൽകൂല, അതിന്റെ ബറക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും, എടുത്തു കളയും. വയുർബിസ് സദഖാത്ത്, ദാനധർമ്മങ്ങൾക്ക് അല്ലാഹു വലിയ വളർച്ച നൽകും, വലിയ പവിത്രത നൽകും. രണ്ടും രണ്ട് രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ വിഷയമുണ്ടായത്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കണിശമായി പഠിപ്പിച്ചൊരു മേഖല കൂടിയാണ് സമ്പത്തിന്റെ മേഖല. ഞാൻ പരത്തി പറയുന്നില്ല. മഹാന്മാര് മുഴുവനും വല്ലാതെ സൂക്ഷിച്ചൊരു മേഖലയും അതാണ്. ആ മേഖലയിലൂടെ അവർ സഞ്ചരിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ആത്മീയമായ പ്രഭ നൽകിയത്. ഒരിക്കലും സമ്മതമില്ലാത്ത ഒരു സമ്പത്തോ അനധികൃതമായി കിട്ടിയ ഒരു സ്വത്തോ അല്ല, ഏതെങ്കിലും ചെറിയ രൂപത്തിൽ സംശയമുള്ളതോ അവർ സ്വീകരിക്കാതെ കൈയൊഴിച്ചു. അതുകൊണ്ടാണ് കടം വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത നോക്ക്. കടം കൊടുത്ത ആളിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. മുറ്റത്ത് നോക്കുമ്പോൾ വേറെയും ധാരാളം ആളുകളുണ്ട്. അവർക്കൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ, ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തിണ്ടാണ്. ഒരു തിണ്ണണ്ട മുറ്റത്ത്, വരുന്ന ആളുകൾക്ക് ഇരിക്കാനാണ്. ഈ വീട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയതും പല ആവശ്യത്തിനും വന്നവരുണ്ട്. മഹാനവറുകൾ ഇരിക്കാതൊരു ഭാഗത്ത് നിൽക്കുന്നു. എന്തേ ഇരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ മഹാനവറുകളുടെ മറുപടി, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഉപകാരം ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഉപകാരം സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കടവും ഫഹുവ റിബാ, അത് പലിശയാണ്. ഞാൻ അദ്ദേഹം തരുന്നൊരു ഉപകാരമായി സീറ്റ് സ്വീകരിച്ചാൽ കടം കൊടുത്തതിന് ഞാൻ ഏറെ ചോദിച്ച ഒരു ഉപകാരമാകുമോ എന്ന് പേടികൊണ്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ ഒരേ നൃത്തം നിന്നു. സഹോദരങ്ങളെ, അതിന് കാര്യമായി നമുക്കുണ്ടാകേണ്ടത് ഇൽമാണ്. ഇൽമു നന്നായി സ്വായത്തമാക്കണം.
ഇൽമുള്ള ആളുകൾക്കതല്ലേ ആ മേഖലയിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. ശരിയായ ആലിമാണോ അയാൾക്ക് വല്ലാത്ത പേടിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്കത് ധാരാളം കാണാം. ശരിയായ നിലക്ക് പ്രവർത്തിക്കുന്ന ആലിമാണെങ്കിൽ ആ ആലിമിനുള്ള ഏറ്റവും വലിയ പേടി സാമ്പത്തികമായ രൂപത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ചാണ്. ആ സാമ്പത്തികമായ രൂപത്തിൽ ഏതെങ്കിലും ഹലാലല്ലാത്തത് കയ്യിൽ വന്ന് ചേരുമോ, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വന്നു പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ട്, എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ പേടിക്കുന്നത് കൊണ്ട്, ആ ഒരൊറ്റ പേടിയുടെ ബഹുമാനം കാരണം ആ ആലിമിനെ മുഴുവൻ വസ്തുക്കളും മുഴുവൻ സൃഷ്ടികളും ആ പണ്ഡിതനെ പേടിച്ചുപോയി. കാരണം ആ പണ്ഡിതന്റെ ഏറ്റവും വലിയ പേടി, ആ പണ്ഡിതന്റെ ഏറ്റവും വലിയ പേടി ഇൽമു കൊണ്ടുള്ള പേടി അല്ലാഹുവിനെയാണ്. അത് ഒരു ഭാഗത്ത് മാത്രമല്ല, സർവഭാഗങ്ങളിലും ഉണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് സമ്പത്ത്. ഈ ഉമ്മത്തിന്റെ വലിയ നാശം സമ്പത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കാതിരുന്നാലാണത്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ ഉമ്മത്തിനും ഓരോ പരീക്ഷണമുണ്ട്. എൻ്റെ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്തിലാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഇവിടെ സമ്പത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പറിച്ചലുകൾ, മോഷണങ്ങൾ ഒക്കെ സമ്പത്തിന്റെ പേരിലല്ലേ? ചൂഷണങ്ങൾ സമ്പത്തിന്റെ പേരിലല്ലേ? അതുകൊണ്ട് ഇൽമുള്ള ആള് അവന്റെ ഇൽമു കൊണ്ട് യഥാർത്ഥ നിലക്ക് അല്ലാഹുവിനെ ഉദ്ദേശിച്ചുള്ള ഇൽമാണെങ്കിൽ അവനെ എല്ലാവരും പേടിക്കും. കാരണം അവൻ പേടിക്കുന്നത് അല്ലാഹുവിനെയാണ്. അതേ സമയത്ത് വൈദാ അറാദഹു യുക്സിറു ബിഹിൽ കുനൂസ, ഇൽമു കൊണ്ട് സമ്പത്ത് ശേഖരിക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിലോ ഹാബമിൻ കുല്ലി ശൈ, എല്ലാറ്റിനെയും അവനും പേടിക്കും. മറ്റേത് അവനെ എല്ലാവരും പേടിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ എല്ലാവരും പേടിച്ചു. കാരണം മഹാനവർകൾ ഏറ്റവും അധികം പേടിച്ചത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെയാണ്. അതിന് ഒരു ചെറിയ ചേഞ്ച് പോലും വരുത്താൻ ഒരു നിലക്കും മഹാനവർകൾ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും സമ്മതിച്ചിട്ടില്ല. വിശന്ന് ദാഹിച്ച് നടന്ന് നടന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ വിഷമിച്ച് മരച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു വലിയ പ്രകാശം മുകളിൽ നിന്ന് താഴോട്ട് വരും. വലിയൊരു പ്രകാശം. മഹാനവറുകൾ ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ നല്ല ഒരു തളികയുണ്ട്. സ്വർണത്തിന്റെ പാത്രവും വെള്ളിക്കോപ്പകളും മുഴുവനും സമൃദ്ധിയാണ്, നിറഞ്ഞതാണ്. എടുത്ത് കുടിക്കാം. കാരണം ശവം പോലും ഭക്ഷിക്കൽ ഹലാലാകുന്ന ഘട്ടമാണ്. അത്രയും വിഷമിച്ചിട്ടുണ്ട്, വിശപ്പനുഭവിച്ചിട്ടുള്ള ഇരുത്തമാണ്. അപ്പൊ താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വിളിയാളം, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ എന്ന് വിളിച്ചപ്പോൾ മഹാനവറുകളൊന്ന് കണ്ണു തുറന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, അഹലൽതു കമാ ഹറംതു അലൈക്, ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു. ആ നിയമം കേട്ടപ്പോഴേക്ക് മഹാനവറുകൾ പറഞ്ഞു, ഇഖ്സഇയാ ലഈൻ, ശപിക്കപ്പെട്ട പിശാചേ മിണ്ടാതെ പോടാ, മിണ്ടാതെ പോ എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനവറുകൾ പറയുന്നു, പ്രകാശം മുഴുവനും ഒരു കറുത്ത പുകയായി മാറി. പിന്നെ പ്രകാശം അവിടെ കാണാനില്ല, വെള്ളിക്കോപ്പയും സ്വർണപാത്രവും കാണാനില്ല. അവര് നിയമങ്ങളെ പേടിച്ചത് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ഇവിടെ ജീവിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയോ അല്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, അത്രയും ശവം പോലും ഭക്ഷിക്കൽ ഹലാലായിട്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്നെങ്ങനെ മനസ്സിലായി അത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് എന്ന്? ഉസ്താദ് പറഞ്ഞു, മക്കളെ, അയാള് പ്രകാശം ഇങ്ങനെ തായോട്ട് ഇറങ്ങി വന്ന് നല്ല സുപ്ര ഞാനിങ്ങനെ കാണുമ്പോ എന്നോട് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഹറാമായത് ഹലാലാക്കി തന്നു എന്ന്. ഹറാമും ഹലാലും ഡിവൈഡ് ചെയ്യേണ്ടത് എനിക്കല്ല,
നിയമ ഭേദഗതി എനിക്കല്ല, അത് വരേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഞാൻ ആ വഴിക്കല്ലേ ജീവിക്കുന്നത്. തങ്ങൾക്ക് ഹറാമായതൊക്കെ എനിക്ക് ഹറാമാണ്, തങ്ങൾക്ക് ഹലാലായത് എനിക്ക് ഹലാലാണ്. അതുകൊണ്ടല്ലേ സ്വർണ്ണപാത്രത്തിൽ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കിട്ടാത്തത് കൊണ്ടല്ല. വെള്ളിക്കോപ്പയിൽ വെള്ളം കുടിച്ചിട്ടില്ല, രാജ്യത്തെവിടെയും കിട്ടാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്, അത് സ്വീകരിച്ചതാണ്. എനിക്കും അത് ബാധകമാണ്. ഈ ഒരു ഭേദഗതി കേട്ടപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്നെ പറ്റിക്കാൻ വന്നതാണ്. ഞാൻ അവനോട് മിണ്ടാതെ പോടാ എന്ന് പറഞ്ഞു. ഞാൻ സ്വീകരിക്കുന്ന ശൈലിയും മാർഗവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം അവലംബിച്ച് ജീവിക്കുന്നത് കൊണ്ട്, അതിൽ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് ശൈത്താനും പേടിക്കേണ്ടി വന്നില്ല, ആരെയും പേടിക്കേണ്ടി വന്നില്ല. അള്ളാഹുവിനെ പേടിച്ചപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളെ ശൈത്താനും പേടിച്ചു. അപ്പോൾ ഓരോ നിയമങ്ങളെയും നമ്മൾ പേടിക്കുന്നത് ആ രൂപത്തിലാണ്. നാട്ടുകാരും പേടിച്ചുകൊണ്ടല്ല, അള്ളാഹുവാണത് ഹറാമാക്കിയത് കൊണ്ട് എനിക്ക് വേണ്ട. അള്ളയാണ് നിഷിദ്ധമാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാനതിൽ വിട്ടു നിൽക്കാം. അതുകൊണ്ട് എത്ര കിട്ടിയാലും വേണ്ടിയില്ല, എനിക്കത് വേണ്ട. ആ നിലക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും കഴിവിൻ്റെ പരമാവധി, ബാക്കിയൊക്കെ അല്ലാഹു തആല പുറത്ത്, നമ്മൾ പരമാവധി ശ്രദ്ധിക്കുമ്പോൾ ബാക്കി അല്ലാഹു തആല ഹഫൂ ഗഫൂർ അല്ലേ, എന്നാലും പരമാവധി നല്ല രൂപത്തിൽ സമ്പാദ്യത്തിൽ ഒക്കെ അള്ളാഹു ബർക്കത്ത് തരട്ടെ. കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, ദീനെ വല്ലാതെ സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളാണ് ഈ നാട്ടുകാർ. അള്ളാഹു നമ്മുടെ എല്ലാ ഹിദമകളിലും അള്ളാഹു ബർക്കത്തേറ്റി തെരുമാറാകട്ടെ. നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരുപാട് ഹിദമകൾ ഇനിയുണ്ട്. ഉസ്താദ് പറയും എൻ്റെ സമയം ഏകദേശം തീർന്നിട്ടുണ്ട്, അവിടെ നിന്നാണ് ഈ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ മറ്റൊരു സദസ്സിൽ നമുക്ക് സംബന്ധിക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.